ഓക്കെ, നമ്മൾ കൺട്രോളിങ്ങിൻ്റെ രണ്ട് തരത്തിലുള്ള ടെക്നിക്സുകൾ, ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ട്രഡീഷണൽ ടെക്നിക്സ് അല്ലെങ്കിൽ പരമ്പരാഗത രീതികൾ എന്ന് പറഞ്ഞാൽ 4 രീതിയിലാണ്. ഒന്ന് പേഴ്സണൽ ഒബ്സർവേഷൻ അഥവാ വ്യക്തിപരമായ നിരീക്ഷണം, രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, മൂന്നാമത്തേത് ബഡ്ജറ്ററി കൺട്രോൾ, നാലാമത്തേത് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഈ 4 തരത്തിലുള്ള ട്രഡീഷണൽ ടെക്നിക്സും അതുകൂടാതെ കൺട്രോളിങ്ങിന് കുറച്ച് മോഡേൺ ടെക്നിക്സുകളുണ്ട്. അതെല്ലാമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം പറഞ്ഞത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ROI, പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, റേഷ്യോ അനാലിസിസ്, PERT ആൻഡ് CPM, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇത്രയും മോഡേൺ ടെക്നിക്സുകളും കൺട്രോളിങ്ങിന് ഉണ്ട്. അപ്പോൾ ROI എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ROI എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്, 2 വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോസിനെയാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ PERT ആൻഡ് CPM. PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും, CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ഇത് 2 തരത്തിലുള്ള പുതിയ രീതിയിലുള്ള മെത്തേഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്, എയർക്രാഫ്റ്റ് മാനുഫാക്ചർ, ഷിപ്പ് ബിൽഡിംഗ്, ഡാം, അതുപോലെ തന്നെ ബ്രിഡ്ജ് മാനുഫാക്ചറിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ചിട്ടയായി വിലയിരുത്തുന്ന ഒരു ഓഡിറ്റിംഗ് സിസ്റ്റത്തിനെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ വിവര സംവിധാനത്തിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഫലപ്രദമായ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെൻറ്റിന് വിവരങ്ങളും പിന്തുണയും നൽകുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS എന്ന് പറയുന്നത്. സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ വിശദമായി ചിട്ടയായി വിശകലനം ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ മാനേജർക്ക് നൽകുന്നതിനെയാണ് MIS എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സംവിധാനമാണത്. അതിൻ്റെ നേട്ടങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് സ്റ്റെപ്സ് ഇൻ PERT ആൻഡ് CPM. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള PERT ആൻഡ് CPM എന്നുള്ള മെത്തേഡിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിൻ്റെയും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെയും സ്റ്റെപ്പുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ക്ലിയർലി ഐഡൻറ്റിഫയബിൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ ദെൻ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അതായത് PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ്. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ക്ലിയർലി ഐഡൻറ്റിഫയബിൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ ദെൻ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രൊജക്റ്റിനെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊജക്റ്റിനെ വ്യക്തമായി തിരിച്ചറിയാവുന്ന വിവിധ പ്രവർത്തനങ്ങളായി വിഭജിക്കുകയും അതിനെ യുക്തിസഹമായ ക്രമത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ അതാണ് ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം, ഡാം നിർമ്മാണം എന്നുള്ളത് പ്രൊജക്റ്റ് ആയിരിക്കാം, ബ്രിഡ്ജ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് പ്രൊജക്റ്റ് ആയിരിക്കാം, ഇങ്ങനെ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ പ്രൊജക്റ്റ് ആയിരിക്കാം. എന്താണോ നമ്മളുടെ പ്രൊജക്റ്റ് എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിനെ വ്യക്തമായി തിരിച്ചറിയാവുന്ന വിവിധ പ്രവർത്തനങ്ങളായി വിഭജിക്കുകയും അതിനെ യുക്തിസഹമായ ക്രമത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ പ്രൊജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ക്ലിയർലി ഐഡൻറ്റിഫയബിൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ ദെൻ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ആൻഡ് ദ ടെർമിനേഷൻ പോയിൻറ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. അതായത് പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന പോയിൻറ്റും അവസാനിക്കുന്ന പോയിൻറ്റും ഉൾപ്പെടുത്തി ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ PERT ആൻഡ് CPM കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്ന പോയിൻറ്റും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഉൾപ്പെടുത്തിയിട്ട് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ സീക്വൻസ്, ഒരു പ്ലാനിങ് ആക്ടിവിറ്റിയാണത്. സീക്വൻസ് ദ ആക്ടിവിറ്റീസ്, ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ആൻഡ് ദ ടെർമിനേഷൻ പോയിൻ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ടെർമിനേഷൻ പോയിൻറ്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈം എസ്റ്റിമേറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റി, ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ടൈം. ഇൻ CPM ഓൺലി 1 ടൈം എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ്. അതായത് ഇനി നമ്മളിത് ചെയ്തു തീർക്കേണ്ട സമയം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത് ചെയ്യേണ്ടത്. അപ്പോൾ സമയത്തെക്കുറിച്ചിട്ട് ശുഭാപ്തി വിശ്വാസമുള്ളത്, അതായത് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമുള്ളത്, പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ളത്,
പിന്നെ അതുപോലെ തന്നെ അശുഭാപ്തി വിശ്വാസമുള്ളത് എന്നിങ്ങനെയുള്ള 3 രീതിയിലുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയം അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന സമയവും അതുപോലെ തന്നെ അശുഭാപ്തി വിശ്വാസമുള്ളതും ശുഭാപ്തി വിശ്വാസമുള്ള എന്നിങ്ങനെ രീതിയിലുള്ള 3 എസ്റ്റിമേറ്റുകൾ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. പക്ഷേ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ഓൺലി 1 ടൈം എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അനുസരിച്ചിട്ട് ഒരു ടൈം എസ്റ്റിമേറ്റ് മാത്രമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മറിച്ച് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് ആണെങ്കിൽ 3 രീതിയിലുള്ള ടൈം എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമുള്ളത്, പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അശുഭാപ്തി വിശ്വാസമുള്ളത്, മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ളത്, അതായത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ടൈമും. അങ്ങനെ 3 തരത്തിലുള്ള ടൈം എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ളത്. അങ്ങനെ നമ്മൾ 3 തരത്തിലുള്ള ടൈം എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ്. നാലാമത്തത് ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ക്രിട്ടിക്കൽ പാത്ത്. അതായത് നെറ്റ്വർക്കിലെ ഏറ്റവും നീളമുള്ള പാതയെയാണ് നമ്മൾ നിർണായക പാത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ നിർണായക പാത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? സമയത്ത് ജോലി തീർക്കാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെയും ക്രമത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ് നിർണായക പാത. ഈ പ്രവർത്തനങ്ങൾ വൈകുകയാണെങ്കിൽ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാനും വൈകും. അതപ്പോൾ നമ്മൾ ഈ നെറ്റ്വർക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും നീളമുള്ള പാത അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമുള്ള പാതയാണ് നമ്മൾ നിർണായക പാത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ക്രിട്ടിക്കൽ പാത്ത് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ സമയത്ത് ജോലി തീർക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ ക്രമത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ് നിർണായക പാത എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് പോയിൻറ്റും ഏറ്റവും എൻഡ് പോയിൻറ്റും തമ്മിലുള്ള ആ പാതയാണ് നമ്മൾ നിർണായക പാത എന്ന് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു പാത ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, പാത എന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രവർത്തനങ്ങൾ വൈകുകയാണെങ്കിൽ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാനും വൈകും. ഈ പറഞ്ഞ ടൈം എസ്റ്റിമേറ്റിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റ് പൂർത്തീകരിക്കാനുള്ള ടൈം വൈകുകയും ചെയ്യും. നെക്സ്റ്റ്, ഇഫ് റിക്വയർഡ് ദ പ്ലാൻ ഈസ് മോഡിഫൈഡ് സോ ദാറ്റ് ദ എക്സിക്യൂഷൻ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ് ഈസ് അണ്ടർ കൺട്രോൾ. അതായത് പ്രൊജക്റ്റ് സമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലാനുകളിൽ മാറ്റം വരുത്താനും മാനേജ്മെൻറ്റിന് സാധിക്കും. അപ്പോൾ പെർട്ടൻറ്റ് CPM എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഡയഗ്രത്തിൻ്റെ സഹായത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ സഹായത്തോടുകൂടെ കൺട്രോളിംഗ് നടപ്പിലാക്കുന്ന രീതിയാണ് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ദൈർഘ്യമുള്ള പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ദീർഘകാലം എടുക്കുന്ന ലോങ് ടേം പ്രൊജക്റ്റുകളിലാണ് സാധാരണഗതിയിൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും ഉപയോഗിക്കുക. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഷിപ്പ് ബിൽഡിംഗ്, കപ്പൽ നിർമ്മാണം, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്, ബിൽഡിങ്ങുകളുടെ ഫ്ലാറ്റുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ഡാം, അണക്കെട്ടുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, എയർക്രാഫ്റ്റ്, വ്യോമതാവളങ്ങളുടെ നിർമ്മാണം, ഇങ്ങനെയുള്ള ദൈർഘ്യമേറിയ പ്രൊജക്റ്റുകൾ, വിമാനത്താവളത്തിൻ്റെ നിർമ്മാണം, എയറോഡ്രാമിൻ്റെ നിർമ്മാണം, ഇങ്ങനെയുള്ള ഒരുപാട് സമയമെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ കാര്യത്തിലാണ് സാധാരണഗതിയിൽ പെർട്ടൻ CPM പോലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൺട്രോളിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് എന്താണോ പ്രൊജക്റ്റ് എന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന പ്രൊജക്റ്റിനെ വിവിധ പ്രവർത്തനങ്ങളായി വിഭജിക്കുക, അതിന് ചെയ്യേണ്ട പ്രൊജക്റ്റുകളായിട്ട് വിഭജിക്കുകയും അതിനെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ തുടങ്ങുന്ന പോയിൻറ്റും അവസാനിക്കുന്ന പോയിൻറ്റും ഉൾപ്പെടുത്തി ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം, ഒരു പ്ലാൻഡ് ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ അത് ചെയ്തു തീർക്കേണ്ട സമയം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത് ചെയ്യേണ്ടത്. ആ സമയം രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും സാധ്യതയുള്ള സമയം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയാവുന്ന സമയം എപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് ലൈക്ലി ടൈം ആയിരിക്കും, അത് പീക്ക് ടൈം ആയിരിക്കും. ശുഭാപ്തി വിശ്വാസമുള്ള ടൈമിനെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയും, അശുഭാപ്തി വിശ്വാസമുള്ള ടൈമിനെ നമ്മൾ പെസിമിസ്റ്റിക് എന്നും പറയും. ഇങ്ങനെ 3 തരത്തിലുള്ള ടൈം എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. മറിച്ച് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലാണെന്ന് വെച്ചാൽ ഒരു ടൈം എസ്റ്റിമേറ്റ് മാത്രമേ തയ്യാറാക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നെറ്റ്വർക്കിൽ ഏറ്റവും നീളമുള്ള പാത ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ നീളമുള്ള പാതയെ നമ്മൾ നിർണായക പാത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയും. ഈ ക്രിട്ടിക്കൽ പാത്ത് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് സമയത്ത് ജോലി തീർക്കാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ ക്രമത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന പാതയാണ് നിർണായക പാത. നിർണായക പാത സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെയും എൻഡ് പോയിൻറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാതയായിരിക്കും അത്. ഇവിടെ ഈ നിർണായക പാതയുടെ സമയത്തിനുള്ളിൽ നമുക്ക് ജോലി തീർക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റ് പൂർത്തീകരിക്കാനുള്ള സമയം വൈകുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് സമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി പ്ലാനുകളിൽ മാറ്റം വരുത്താൻ മാനേജ്മെൻറ്റിന് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇഫ് റിക്വയർഡ്, ആവശ്യമാണെന്നുണ്ടെങ്കിൽ ദ പ്ലാൻ ഈസ് മോഡിഫൈഡ്, പ്ലാനിനെ മോഡിഫൈ ചെയ്യുകയും സോ ദാറ്റ് എക്സിക്യൂഷൻ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ് ഈസ് അണ്ടർ കൺട്രോൾ. അതായത് സമയത്ത് പ്രൊജക്റ്റ് പൂർത്തീകരിക്കാനും നടപ്പിലാക്കാനും മാനേജ്മെൻറ്റിന് കൺട്രോളിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇതാണ് പെർട്ടൻറ്റ് CPM അല്ലെങ്കിൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും
ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെയും ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോളിങ്ങിൻ്റെ ഒരു മോഡേൺ ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെക്കുറിച്ചുള്ള ചിട്ടയായ വിലയിരുത്തലിനെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓഡിറ്റിംഗ് ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഫലപ്രാപ്തിയും കാര്യക്ഷമതയും അളക്കുന്ന ഒരു പൊതുവായ കൺട്രോളിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടാണ്. നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ വെരിഫൈ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ വെരിഫൈ ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമതയാണെന്ന് മാത്രം. അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ ആക്യുറേസി ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വിലയിരുത്തുകയും ഭാവി പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡെഫിഷ്യൻസീസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ കരുത്തിനെയും ദൗർബല്യത്തെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത്. ഓരോ പർട്ടിക്കുലർ മാനേജ്മെൻറ്റിൻ്റെ എവിടെയാണോ നേട്ടം അല്ലെങ്കിൽ എവിടെയാണോ കരുത്ത് അതുപോലെ തന്നെ എവിടെയാണോ ദൗർബല്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ കൺട്രോൾ സിസ്റ്റം ഓഫ് എൻ ഓർഗനൈസേഷൻ ബൈ കണ്ടിന്യൂസ്ലി മോണിറ്ററിംഗ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ കൃത്യമായി അല്ലെങ്കിൽ സ്ഥിരമായി മോണിറ്റർ ചെയ്യുന്നത് കൊണ്ട് കൺട്രോൾ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ഓർഗനൈസേഷന് സാധിക്കും. അല്ലെങ്കിൽ നിയന്ത്രണ പ്രക്രിയയിൽ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഫലപ്രദമായ മാനേജ്മെൻറ്റ് സംവിധാനം നിലനിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷൻ്റെ കൺട്രോളിംഗ് സിസ്റ്റം എഫക്റ്റീവാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ദ കോർഡിനേഷൻ എമംഗ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് നടപ്പിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം വളർത്തിയെടുക്കാനും ഓർഗനൈസേഷന് സാധിക്കും. ഒരു സ്ഥാപനത്തിലെ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഏകോപന പ്രക്രിയ വളർത്തിയെടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു കൺട്രോളിംഗ് സിസ്റ്റം കൂടിയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നാലാമത് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് അപ്ഡേറ്റിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് മാനേജീരിയൽ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതായത് നിലവിലുള്ള മാനേജീരിയൽ പോളിസികളും സ്ട്രാറ്റജികളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു നേട്ടമായിട്ട് പറയുന്നത്. അപ്പോൾ 4 നേട്ടങ്ങളാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിനുള്ളത്. ഒന്നാമത്തത് ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡെഫിഷ്യൻസീസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൻ്റെ പെർഫോമൻസിലുണ്ടാവുന്ന നിലവിലുള്ളതും പൊട്ടൻഷ്യലായിട്ടുള്ള ഡെഫിഷ്യൻസികളെ കണ്ടെത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ കൺട്രോൾ സിസ്റ്റം ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ കൺട്രോൾ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു. എങ്ങനെ? ബൈ കണ്ടിന്യൂസ്ലി മോണിറ്ററിംഗ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് സ്ഥിരമായി അല്ലെങ്കിൽ ദൈനംദിനമായി മോണിറ്റർ ചെയ്തതുകൊണ്ട് ഓർഗനൈസേഷൻ്റെ കൺട്രോളിംഗ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ദ കോർഡിനേഷൻ എമംഗ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം സാധ്യമാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. നാലാമത്തത് ഇറ്റ് എൻഷുവേഴ്സ് അപ്ഡേറ്റിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് മാനേജീരിയൽ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. നിലവിലുള്ള മാനേജീരിയൽ പോളിസികളുടെയും സ്ട്രാറ്റജികളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ ടെക്നിക്കിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ആ ബഡ്ജറ്ററി കൺട്രോളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ബജറ്ററി നിയന്ത്രണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ബജറ്റിംഗ് ഫോക്കസസ് ഓൺ സ്പെസിഫിക് ആൻഡ് ടൈം ബൗണ്ട് പ്രൊജക്റ്റ്. അതായത് ടാർഗറ്റുകൾ നിശ്ചയിക്കണം. ബജറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ടാർഗറ്റുകൾ നിശ്ചയിക്കുന്നത്. ഈ ടാർഗറ്റുകൾ നിശ്ചയിക്കുന്ന വഴി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശ നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കൃത്യമായ ടാർഗറ്റ് നിശ്ചയിക്കുന്ന കാരണം കൊണ്ട് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശ നൽകും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതായിരിക്കും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമായിട്ട് മാറുന്നത്. രണ്ടാമത്തേത് ബജറ്റിംഗ് ഈസ് എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ടു എംപ്ലോയീസ്. അതായത് സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാർക്കും പ്രചോദനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഉറവിടം കൂടിയാണ് അല്ലെങ്കിൽ സോഴ്സ് കൂടിയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നതോടുകൂടെ
ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ടു ദ എംപ്ലോയീസ് ഇൻ ദ ഹോൾ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനും മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് ബജറ്റിംഗ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന് സഹായിക്കുന്നുണ്ട്. വിഭവങ്ങളുടെ പാഴാക്കലും നഷ്ടങ്ങളും ഒഴിവാക്കുന്ന വഴി സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ ഉപയോഗം സാധ്യമാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു നേട്ടമായിട്ട് പറയുന്നത്. വിഭവങ്ങളുടെ പാഴാക്കലും നഷ്ടങ്ങളും ഒഴിവാക്കുന്ന വഴി സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു നേട്ടം. സോ ബജറ്റിംഗ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സുകളുടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ സാധ്യമാക്കുകയും അതുവഴി പാഴാക്കലും നഷ്ടങ്ങളും ഒഴിവാക്കുന്നതിൽ കൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബജറ്റിംഗ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ കോർഡിനേഷൻ. ബജറ്റിംഗ് എന്നുള്ളത് കോർഡിനേഷനും ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചാമത് പറയുന്നത് ബജറ്റിംഗ് ഫെസിലിറ്റേറ്റ്സ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ബജറ്റിംഗ് എന്നുള്ളത്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് എക്സെപ്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കൺട്രോളിങ് എവറിത്തിങ് ഈസ് യൂസ്ലെസ്. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എക്സെപ്ഷൻ പറഞ്ഞാൽ അനുവദനീയമായ പരിധിയിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ മാത്രം കൺട്രോൾ ചെയ്യുക, കാര്യമായ വ്യതിയാനങ്ങൾ മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരിക, അല്ലാതെ മുഴുവൻ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എന്തല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ, കറണ്ട് ചാർജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. കറണ്ട് ചാർജിൻ്റെ വർധനവ് എന്നുള്ളത് അനുവദനീയമായ പരിധി 3% അത് 5% വർദ്ധിച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. 3-ൽ താഴെയാണെന്നുണ്ടെങ്കിലോ 3 ആണെന്നുണ്ടെങ്കിലോ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതാണ് അത് പറയുന്നത്. അപ്പോൾ അനുവദനീയമായ പരിധി എത്രയാണോ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നതിന് അനുവദനീയമായ പരിധി എന്നുണ്ടെങ്കിൽ ആ പരിധിയിൽ നിന്നും കാര്യമായ വ്യതിയാനം ഉണ്ടാകുമ്പോൾ മാത്രം മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയന്ത്രിക്കുകയും ചെയ്യുക. അതായിരിക്കും ചിലപ്പോൾ 3 എന്നുള്ളത് 5% അല്ലെങ്കിൽ 7% ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മറിച്ച് 3-ന് താഴെയോ 3-ഓ 4-ഓ ആയി വരുന്ന സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഇറ്റ് വിൽ ബി മോർ ഡിഫിക്കൽട്ട് ഫോർ ദം ടു കൺട്രോൾ എവറിത്തിങ്. എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാതായിട്ട് വരികയും ചെയ്യും. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ യഥാർത്ഥ പ്രകടനം താരതമ്യം ചെയ്യാനുള്ള ഒരു അളവുകോൽ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോലിക്കാർ, നിയന്ത്രണങ്ങൾ, മെറ്റീരിയൽ, പണം എന്നിവ ആസൂത്രിതമായി വീതം വയ്ക്കാൻ സഹായിക്കുകയും ബജറ്ററി നിയന്ത്രണം ചെയ്യുന്നുണ്ട്. ബജറ്ററി നിയന്ത്രണത്തിൽ കൂടെ ജോലിക്കാർ, യന്ത്രങ്ങൾ, മെറ്റീരിയൽ, പണം എന്നിവ ആസൂത്രിതമായി വീതം വയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ചെലവിനെക്കുറിച്ചുള്ള അവബോധം ജീവനക്കാരിൽ സൃഷ്ടിച്ചെടുക്കാനും ബജറ്ററി നിയന്ത്രണം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബജറ്ററി നിയന്ത്രണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 1, ടാർഗറ്റുകൾ നിശ്ചയിക്കുന്ന വഴി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദിശ നൽകുന്നു. സ്ഥാപനത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നു. വിഭവങ്ങളുടെ പാഴാക്കലും നഷ്ടങ്ങളും ഒഴിവാക്കുന്ന വഴി സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു. യഥാർത്ഥ പ്രകടനം താരതമ്യം ചെയ്യാനുള്ള അളവുകോൽ പ്രദാനം ചെയ്യുന്നു. ജോലിക്കാർ, യന്ത്രങ്ങൾ, മെറ്റീരിയൽ, പണം എന്നിവ ആസൂത്രിതമായി വീതം വയ്ക്കാൻ സഹായിക്കുന്നു. ചെലവിനെക്കുറിച്ചുള്ള അവബോധം ജീവനക്കാരിൽ സൃഷ്ടിക്കുന്നു. ഇതാണ് ബജറ്ററി നിയന്ത്രണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് PERT, പിന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അഥവാ CPM എന്നുള്ള 2 മോഡേൺ ടെക്നിക്സിൻ്റെ സ്റ്റെപ്പുകൾ, പിന്നെ നമ്മൾ പറയുന്ന മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ നേട്ടങ്ങൾ, പിന്നെ നമ്മൾ ബജറ്ററി കൺട്രോൾ എന്നുള്ള ട്രഡീഷണൽ ടെക്നിക്കിൻ്റെ നേട്ടങ്ങൾ. ഈ 3 കാര്യത്തിൻ്റെയും വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.